നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പീഡിയാട്രിക് സർജറിയുടെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് മിംസ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ ജൂഡ് ജോസഫ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് പീഡിയാട്രിക് സർജറി അഥവാ എന്തെല്ലാം മേഖലകളാണ് ഈ ഒരു സർജറിയിൽ പെടുന്നതെന്ന് വിശദീകരിച്ചു തരാം. പൊതുവേ ഒരു ധാരണയുണ്ട്, പീഡിയാട്രിക് സർജറി എന്ന് വെച്ചാൽ അഡൽട്ട് സർജറിയുടെ ഒരു മിനിയേച്ചർ ഫോമാണ്. പക്ഷെ അത് ആ ധാരണ ശരിയല്ല. ഓഫ് കോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് അപ്പൻഡിക്സ്, ഹെർണിയ, അത് ജനറൽ പീഡിയാട്രിക് സർജറി എന്നൊരു ചെറിയ വിഭാഗം മാത്രമാണ്. പീഡിയാട്രിക് സർജറിയുടെ സ്കോപ്പ് ഇതിൽ നിന്ന് ഒരുപാട് വലുതാണ്. ഉദാഹരണത്തിന് ഗർഭാവസ്ഥയിൽ തന്നെ ഭ്രൂണത്തിന് അല്ലെങ്കിൽ ഫീറ്റസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കണ്ട് അപ്പോൾ തന്നെ സർജറി ചെയ്യാവുന്ന അഡ്വാൻസ് ലെവലിലേക്ക് നിയോനേറ്റൽ സർജറി അല്ലെങ്കിൽ ആൻറ്റിനേറ്റൽ സർജറി, പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ നിയോനേറ്റൽ സർജറി, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ്, അതായത് പീഡിയാട്രിക് ട്യൂമേഴ്സ് ഉണ്ട്, ഓങ്കോളജി, പീഡിയാട്രിക് പ്ലാസ്റ്റിക് സർജറി ഉണ്ട്, പീഡിയാട്രിക് യൂറോളജി ഉണ്ട്. അപ്പോൾ ഇത് ഒരു വലിയൊരു സ്പെക്ട്രമാണ്. ഇത്രയും കാര്യങ്ങളാണ് പീഡിയാട്രിക് സർജൻ ഡീൽ ചെയ്യുന്നത്. ഓവർലാപ്പിംഗ് ഏരിയാസ് ഉണ്ടെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഒരു ഫീറ്റസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഫിസിയോളജിക്കലായാലും എന്തായാലും അത് ഒരു അഡൽറ്റ്, ഒരു മുതിർന്ന ആളെക്കാളും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് കേറ്റർ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെറ്റപ്പ് ഉള്ള ഹോസ്പിറ്റൽസ് വേണം, അതിന് കേറ്റർ ചെയ്യുന്ന നോളജുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് വേണം. ഇതാണ് ബേസിക് ഡിഫറൻസ്. സാർ പറഞ്ഞു ഗർഭാവസ്ഥയിൽ ഇരിക്കെ തന്നെ ഇതിന് സർജറി ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ 1 to 10 months ആണല്ലോ, ഈ ഏത് മാസത്തിലാണ് ഇങ്ങനെ സർജറി ചെയ്യാമെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നത്? നോർമലി നമ്മളൊരു ഇപ്പോൾ റുട്ടീനായിട്ട് എല്ലാ ഗർഭിണികളെയും നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പണ്ടൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ് ഒക്കെ വെറുതെ ചെയ്യിക്കുന്നതാണെന്ന്. അങ്ങനെയല്ല. ഒരു അനോമലി സ്കാൻ എന്നൊരു യൂഷ്വൽ സ്കാൻ നമ്മളൊരു 18 to 20 വീക്സ് ആ സമയത്താണ് യൂഷ്വലി ചെയ്യുന്നത്. അനോമലി സ്കാൻ എന്നതിന് പറയുന്നത് തന്നെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഫീറ്റസിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. ഉദാഹരണത്തിന് ഡയഫ്രമാറ്റിക് ഹെർണിയ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് വയറും നെഞ്ചും തമ്മിലുള്ള സെപ്പറേഷൻ, ഒരു പാളിയുണ്ട്, ഡയഫ്രം. ആ ഡയഫ്രത്തിലുള്ള ഡിഫക്റ്റ് അതോടുകൂടി ജനിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതുവഴി കുടൽ നെഞ്ചിനകത്തോട്ട് കയറി നെഞ്ചിൻ്റെ അല്ലെങ്കിൽ ലങ്സിൻ്റെ വികാസം തടയപ്പെടുന്നുണ്ട്. പൾമറി ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കാം. അത് ഗർഭാവസ്ഥയിൽ തന്നെ ഫീറ്റസിന് പുറത്തെടുത്ത്, യൂട്രസിൽ നിന്ന് പുറത്തെടുത്ത് റിപ്പയർ ചെയ്ത് തിരിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് പ്രസവം തുടരുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അത്രത്തോളം അഡ്വാൻസ് സർജറീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവാണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ലോകത്ത് പലയിടത്തും ചെയ്യുന്നുണ്ട്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള റിസ്ക്കുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അങ്ങനെ അത്രയും ഒരു അഡ്വാൻസ്ഡ് ഫീറ്റൽ സർജറി വരെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അനോമലി സ്കാൻ ചെയ്യുക വഴി നമുക്കത് ഡിറ്റക്റ്റ് ചെയ്ത് കൗൺസിൽ ചെയ്യാം പാരൻസിനെ. ഈ ഗർഭം കണ്ടിന്യൂ ചെയ്താൽ അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും, നമുക്കത് സർജറി കൊണ്ട് കറക്റ്റബിൾ ആണോ, കറക്റ്റബിൾ ആണെങ്കിൽ തന്നെയും ആ കുഞ്ഞിന് ഭാവിയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അതിന് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്നൊക്കെ നല്ലവണ്ണം പാരൻസിനെ കൗൺസിൽ ചെയ്തിട്ട് അവരുടെ സമ്മതത്തോടുകൂടി ആ പ്രസവം തുടരാം. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പല കറക്റ്റബിൾ അനോമലീസും ഡോക്ടേഴ്സിൻ്റെ അവയർനെസ് ഇല്ലായ്മ കൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ നമുക്കറിയില്ല, ഈവൻ കറക്റ്റബിൾ അനോമലീസ് പോലും ടെർമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ ആ ഒരു പോയിൻ്റാണ് സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നവംബർ ചിൽഡ്രൻസ് ഡേ വീക്കിൽ ഒരു പീഡിയാട്രിക് സർജറി അവയർനെസ് വീക്ക് നിങ്ങൾ ഓൾ കേരള നടത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക് ഇതായിരുന്നു, കറക്റ്റബിൾ അനോമലീസ് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് ഡോക്ടർ പോപ്പുലേഷൻ്റെ ഇടയ്ക്കും ജനറൽ പബ്ലിക്കിൻ്റെ ഇടയ്ക്കും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇൻഡസ്റ്റൈനൽ അട്രീസിയ എന്ന് പറയും. അതായത് കുടലിൻ്റെ ചില ഭാഗങ്ങൾ ചുരുങ്ങുകയോ അല്ലെങ്കിൽ തമ്മിൽ ബന്ധമില്ലാതെയോ ജനിക്കുന്ന കുട്ടികളുണ്ട്. അട്രീസിയ എന്നാണ് പറയുന്നത്. അതിപ്പോൾ ചെറുകുടലിൻ്റെ മേൽഭാഗം തൊട്ട് താഴെ വരെ, ഇലിയം എന്ന് പറയുന്ന ടെർമിനൽ പോർഷൻ വരെ എവിടെ വേണമെങ്കിലും അത് സംഭവിക്കാം. അപ്പോൾ അതൊക്കെ കറക്റ്റബിൾ അനോമലീസാണ്. അങ്ങനെ ഒരു അനോമലി ഈ 18 to 20 വീക്ക് സ്കാനിൽ കണ്ട ഉടനെ ഒരു ടെർമിനേഷൻ അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല. വേറെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, നമുക്കറിയാം. ഒരു മൾട്ടിപ്പിൾ അനോമലീസ്, അതിൻ്റെ കൂടെ ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് പറയും, കുഞ്ഞിനാകെ ഫീറ്റസിനാകെ നീർക്കെട്ട്, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഒരു മെയിൻ ഏരിയ ഓഫ് ഫീറ്റൽ സർജറിയുടെയും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു നിയോനേറ്റൽ സർജറിയുടെ റെലവൻസ് ഉണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് സെൻറ്റേഴ്സിലെല്ലാം ഇപ്പോൾ കേരളത്തിൽ തന്നെ മിക്ക ആശുപത്രികളിലും ലെവൽ 3 NICU ഉണ്ട്. അവിടെ എല്ലാം ഈ ഫീറ്റൽ സർജറി ചെയ്യുന്നുണ്ട്. നല്ല ഔട്ട്കം ആണ് എന്ന് തന്നെ പറയാം. പണ്ടത്തേൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒരുപാട് നിയോനേറ്റോളജിസ്റ്റുകളുണ്ട്, വെൽ ട്രെയിൻഡ് നിയോനേറ്റോളജിസ്റ്റ്. അപ്പോൾ അവരുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഫീറ്റസുകളുടെ എല്ലാം റിക്വയർമെൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ സർവൈവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഈ പീഡിയാട്രിക് ഓങ്കോളജി, പീഡിയാട്രിക് ട്യൂമേഴ്സ്. അപ്പം കിഡ്നിയിൽ വരുന്ന ട്യൂമർ, വിൽംസ് ട്യൂമർ, ന്യൂറോബ്ലാസ്റ്റോമ, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ട്യൂമേഴ്സ്, പിന്നെ പെൺകുട്ടികൾക്ക് അണ്ടാശയങ്ങളിൽ ഓവറിയിൽ വരുന്ന ട്യൂമേഴ്സ്, ഇതെല്ലാം പീഡിയാട്രിക് സർജറിയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എമർജൻസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അത് വേറെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ജനറലായിട്ട് നോക്കുമ്പോൾ പീഡിയാട്രിക് ഇതേപോലെ നിയോനേറ്റൽ സർജറി, പിന്നെ ഉള്ളത് ഏനോറെക്ടൽ മാൽഫോർമേഷൻസ്, അഥവാ ഒരു കൺജനിറ്റൽ അനോമലി പെടുന്ന ഒരു കൺജനിറ്റൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഒരുപാട് സ്പെക്ട്രം ഓഫ് ഡിസീസസ് വരാം. ഉദാഹരണത്തിന് മലദ്വാരം ഇല്ലാതെ ജനിക്കുന്ന കുട്ടി, അതിനെ പറയുന്നത് ഏനോറെക്ടൽ മാൽഫോർമേഷൻ എന്നാണ്. ഈ മലദ്വാരം ഇല്ലാതെ ജനിക്കുന്ന കുട്ടിക്ക് ആദ്യം ചിലപ്പോൾ നമ്മൾ മലം തിരിച്ചുവിടുന്നൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. സെക്കൻഡ് സ്റ്റേജായിട്ട് മലദ്വാരം ക്രിയേറ്റ് ചെയ്യണം, അതിലോട്ട് ഈ ഉള്ളിലുള്ള കുടൽ താഴെ കൊണ്ട് വെക്കണം. അപ്പോൾ അത് കോംപ്ലക്സ് സർജറീസ് ആണ്. അപ്പോൾ പലപ്പോഴും പീഡിയാട്രിക് സർജറിയിൽ സ്റ്റെപ്പ് വൈസ് സർജറി, ഒരു സിംഗിൾ സർജറി കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പാരൻസിന് ശരിക്കും അവരുടെ ഒരു മെൻ്റൽ, അവരുടെ ഒരു ഇമോഷണൽ, അവരത് അറിഞ്ഞിരിക്കണം എത്രത്തോളം ഒരു ടയറിങ് ആണിത്. നമ്മൾ കെയറിന്, കുട്ടിയുടെ കെയറിന് എത്രത്തോളം സമയവും എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ടി വരും എന്നുള്ളതൊക്കെ അവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും ആദ്യമേ. വേറൊരു കൂട്ടം കുട്ടികളുള്ളത് വൻകുടലിന് ഞരമ്പില്ലാതെ, അതിന് പറയുന്നത് ഹെർഷ്പ്രങ്സ് ഡിസീസ് എന്നാണ്. അങ്ങനെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ കുടൽ ശരിക്കും പ്രവർത്തിക്കില്ല, മലം പുറത്തേക്ക് തള്ളാൻ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ തന്നെ സ്റ്റേജ്ഡ് സർജറീസ് ആണ് ചെയ്യുന്നത് കൂടുതലായിട്ടും. അല്ലാതെയും ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന സ്റ്റേജ് സർജറീസാണ്. ആദ്യം കൊളോസ്റ്റമി, ആദ്യം മലം തിരിച്ചുവിടും, പിന്നീട് കുടലുള്ള ഭാഗം കുടലിൽ ഞരമ്പുള്ള ഭാഗം ഏതാണെന്ന് തിരിച്ചറിയും, ബയോപ്സി ചെയ്തിട്ട് ആ ഞരമ്പുള്ള ഭാഗം കൊണ്ട് താഴെ വയ്ക്കുക. അത് വേറൊരു സ്പെക്ട്രം ഓഫ് ഡിസീസസ് ആണ്. പിന്നെ ഉള്ളത് പീഡിയാട്രിക് യൂറോളജി. ഇൻഫാക്റ്റ് നമ്മുടെ ഒ പിയിൽ ഒരു ദിവസം വരുന്ന, അല്ലെങ്കിൽ ശരാശരി ഏത് ഒ പിയിൽ, പീഡിയാട്രിക് സർജറി ഒ പി നോക്കിയാലും ഒരു 30 to 40% വർക്ക് വിൽ ബി പീഡിയാട്രിക് യൂറോളജി. അത് സ്റ്റാർട്ട്സ് ഫ്രം ഈ പറഞ്ഞ കണക്ക് ആൻറ്റിനേറ്റലി തന്നെ, ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാം. ചില കുട്ടികൾക്ക് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം ഇറങ്ങി വരുന്ന നാളത്തിൽ, യൂറിത്ര, അതിലൊരു വാൽവ് ഉണ്ടാവും. അതിന് പറയുന്നത് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്നാണ്. ആൺകുട്ടികൾക്കാണ് അത് സാധാരണ കാണുന്നത്. ഈ വാൽവുള്ള കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈ വാൽവ് മാത്രമല്ല പ്രോബ്ലം, ഈ വാൽവ് കാരണം മൂത്രസഞ്ചിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്, കിഡ്നിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കിഡ്നികൾ ഭയങ്കരമായിട്ട് വീങ്ങി അതിൻ്റെ പ്രവർത്തനം വളരെ കുറഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മരണാവസ്ഥയിൽ ജനിക്കുന്ന കുട്ടികൾ തൊട്ട് നിയർ നോർമൽ കുട്ടികൾ വരെ ഒരു വൈഡ് സ്പെക്ട്രമാണ്. പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ അതിന് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡീൽ ചെയ്യണം. അപ്പോൾ അതും നമുക്ക് ആൻറ്റിനേറ്റലി തന്നെ പറയാം മാതാപിതാക്കളോട്. അതായത് ഇങ്ങനെയാണ് ഈ കുട്ടി ജനിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ ഉദാഹരണത്തിന് ഇടതുവശത്തെ കിഡ്നിക്ക് ഇത്രയും വീക്കമുണ്ട്, വലതുവശത്തെ കിഡ്നി ഓൾമോസ്റ്റ് നോർമലാണ്, ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ നമുക്ക് അവർ പറഞ്ഞ് കൗൺസിൽ ചെയ്തിട്ട് ദേ വിൽ ബി പ്രിപ്പയർഡ്. അപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാം, അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സർപ്രൈസിൻ്റെ ഒരു റോൾ ഇപ്പോൾ ഇല്ല. ആൻറ്റിനേറ്റൽ സ്കാനിങ് വന്നതോടുകൂടി തന്നെ പിന്നെ വെൽ ട്രെയിൻഡ് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും അവെയറാണ്, അതിന് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ പീഡിയാട്രിക് യൂറോളജി. ഡോക്ടർ സൂചിപ്പിച്ചു 5ാം മാസത്തിൽ അനോമലി സ്കാനിലാണ് ഈ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അറിയാം. അപ്പോൾ തന്നെ സർജറി ചെയ്യാമെന്നും ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പോൾ തന്നെ അല്ല, അത് കുട്ടി ഫീറ്റസ് ടേം ആകണം. ഫീറ്റസിനെ ടേമിലോട്ടാക്കിയാലേ, ടേം ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഒന്ന് ഡെവലപ്ഡ് ആകണം. എന്നാൽ ഒരു മേജർ സർജറി, ഈ ഫീറ്റൽ സർജറി ചെയ്യുന്ന സ്ഥലത്ത് അത് ചെയ്താൽ അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ഇത് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒരു നിയർ ടേം ആകണം കുട്ടി. 27 വീക്സ് ആണ് യൂഷ്വലി ടേം എന്ന് പറയുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അതിന് മുമ്പും ഇൻ്റർവ്യൂൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐഡിയലി ഫീറ്റസ് ടേം ആയതിനു ശേഷമാണ് ഇൻ്റർവെൻഷൻസ് എല്ലാം, മിക്ക ഇൻ്റർവെൻഷൻസും പറയുന്നത്. ചില സമയത്ത് കുട്ടി ജനിച്ച ഉടനെ സർജറി ചെയ്യാറുണ്ട്, ചിലത് 28 ദിവസത്തിനുള്ളിൽ അങ്ങനെ ചെയ്യുന്ന സർജറികളുണ്ട്. ഇതൊക്കെ തമ്മിൽ എത്രത്തോളം കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിസ്ക് ഉണ്ട്? ചില കുട്ടികൾ, ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അന്നനാളം ഇല്ലാതെ ജനിക്കുന്ന കുട്ടിയുണ്ട്, ഈസോഫേജിയൽ അട്രീസിയ എന്ന് പറയും. അന്നനാളത്തിൻ്റെ മേൽഭാഗം ഉണ്ടാവും, താഴത്തെ വയറിൽ നിന്നുള്ള ചെറിയൊരു ഭാഗം ഉണ്ടാവും. ഈ വയറിൽ നിന്നുള്ള അന്നനാളം മിക്കവാറും അതൊരു ഈ ലങ്സിൻ്റെ ബ്രോങ്കസ് എന്ന് പറയും, ലങ്സിലോട്ട് എയർ സപ്ലൈ ചെയ്യുന്ന ട്യൂബ്, അതിലോട്ടൊരു ഫിസ്റ്റുല പോലെ കണക്റ്റഡ് ആയിരിക്കും. അതിനെ ട്രക്കിയോ ഈസോഫേജിയൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ അതുള്ള കുട്ടിയൊക്കെ, അതൊക്കെ ന്യൂ ബോൺ സർജറി, അതൊക്കെ എമർജൻസിയാണ്. നമുക്കത് വെച്ച് പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല, അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. ഉദാഹരണത്തിന് വയറിലെ ആസിഡ് ഈ പറഞ്ഞ കണക്ക് ഫിസ്റ്റുല ഉള്ളത് കാരണം ലങ്സിലോട്ട് കയറും,
മാത്രമല്ല ഈ അപ്പർ പൗച്ച്, ഈ മേളിൽ ഇങ്ങനെ നിൽക്കുന്ന ഈസോഫാഗസ് അന്നനാളം, അതിനകത്ത് കളക്ട് ചെയ്യുന്ന സെക്രീഷൻസ് അത് ലങ്സിലോട്ട് പോകാം. അപ്പോൾ കുട്ടിക്ക് ന്യൂബോൺ അതിന് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എമർജൻസി ആയിട്ട് തന്നെ നമ്മൾ സർജറി ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് നമ്മൾ നെഞ്ച് തുറന്ന് തൊറാക്കോട്ടമി ചെയ്തിട്ട് ആ ഫിസ്റ്റുല, ആ കണക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് ഈ അന്നനാളത്തിൻ്റെ മേൽഭാഗവും താഴത്തെ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചിലപ്പോൾ ഗ്യാപ്പ് കൂടുതലായിരിക്കും, നമുക്ക് വലിച്ചു പിടിച്ച് വെക്കാൻ പാടില്ലല്ലോ. ടെൻഷൻ ഉണ്ടെങ്കിൽ ആ അനാസ്റ്റമോസിസ് പിടിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ മേൽഭാഗം പുറത്തോട്ട് തിരിച്ചു വിടും. വയറിൽ നമ്മൾ ഗ്യാസ്ട്രോസ്റ്റമി എന്ന് പറയും. അത് നമ്മൾ ഫീഡിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. കുട്ടി വളരുന്ന അനുസരിച്ച്, ഈ അന്നനാളം വളരുന്നതനുസരിച്ച് സെക്കൻഡ് സ്റ്റേജ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, പലപ്പോഴും സ്റ്റേജ്ഡ് സർജറീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്. പിന്നെ ഈ ഡയഫർമാറ്റിക് ഹെർണിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതും ലങ്സിൻ്റെ ജനറൽ കണ്ടീഷൻ, കുട്ടിയുടെ ന്യൂബോണിൻ്റെ ഫിസിയോളജി എല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ ഐഡിയൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. എന്നിട്ട് സർജറി ചെയ്യും, കറക്റ്റ് ചെയ്യും. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, കോമൺ ആയി കണ്ടുവരുന്ന ഈ പീഡിയാട്രിക് സർജറി എന്തൊക്കെയാണ് എമർജൻസീസ്? ജനറൽ പീഡിയാട്രിക് സർജറിയാണ് ആസ് യൂഷ്വൽ കോമൺ ആയിട്ട് കാണുന്നത്. അഡൽട്സിൽ കാണുന്നത് പോലെ തന്നെ ഹെർണിയ. കുട്ടികളുടെ ഹെർണിയയും മുതിർന്നവരുടെ ഹെർണിയയും തമ്മിൽ വ്യത്യസ്തമാണ്. മുതിർന്നവരുടെ ഹെർണിയ വരുന്നത് യൂഷ്വലി നമ്മുടെ വയറിൻ്റെ ഭിത്തിയുടെ ബലക്കുറവ്, പേശികളുടെ ബലക്കുറവ് കാരണം ഉള്ളിലുള്ള കുടലും മറ്റു ഭാഗങ്ങളും തള്ളി വരുന്നതാണ്. പക്ഷേ കുട്ടികളുടെ അത് വ്യത്യസ്തമാണ്. കാരണം ജന്മനാൽ തന്നെ ഒരു സാക്ക്, TV സാക്ക് എന്ന് പറഞ്ഞൊരു സാക്കുണ്ട്. ആ സാക്ക് ചുരുങ്ങിപ്പോകണം. ജനിച്ചു കഴിഞ്ഞാൽ നോർമലി ഇത് ചുരുങ്ങി ഇല്ലാതാകണം. പല കുട്ടികൾക്കും ഈ പ്രോസസ്സസ് വെജൈനാലിസ് എന്ന് പറയുന്ന ഈ സാക്ക് തുറന്നു തന്നെ ഇരിക്കും. അപ്പോൾ ആ തുറന്നിരിക്കുന്ന സാക്കിനകത്തോട്ട് വയറിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതാണ് ഹൈഡ്രോസീൽ. പീഡിയാട്രിക് ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാൽ അതാണ്. വലിയ ആൾക്കാർക്കും ഹൈഡ്രോസീലുണ്ട്, പക്ഷേ അത് യൂഷ്വലി അത് ഡിഫറെൻറ്റ് റീസണാണ്. ഇത് പീഡിയാട്രിക് ഹൈഡ്രോസീൽ. പിന്നെ പീഡിയാട്രിക് ഹെർണിയ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സാക്കിനകത്തോട്ട് കുടലിറങ്ങി വരുന്നതാണ്. പെൺകുട്ടികൾക്ക് വേറൊരു പ്രോബ്ലം ഉണ്ട്. ഹെർണിയ ഇതേപോലെ ഈ സാക്കിനകത്തോട്ട് ഈ അണ്ടാശയങ്ങൾ ഇറങ്ങി വരാം. അപ്പോൾ അതൊരു ആക്ച്വലി പലപ്പോഴും ഈ ഇറങ്ങി വരുന്ന അണ്ടാശയം കുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുടലും ആൺകുട്ടികൾക്കാണെങ്കിലും കുടലിറങ്ങി വരുന്നതും കുരുങ്ങിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് എപ്പോഴും ഒരു ഹെർണിയ കണ്ട ഉടനെ ഒരു ഡോക്ടർ അഡ്വൈസ് ചെയ്യും സർജറി ചെയ്യണം. പല മാതാപിതാക്കളുടെയും ക്വസ്റ്റ്യൻ പറയും എപ്പോൾ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതിപ്പം കുഴപ്പമില്ല, ഒരു 5 മാസം വരെ പോവും, അല്ലെങ്കിൽ 6 മാസം വരെ പോകും, അല്ലെങ്കിൽ 2 വർഷം വെയിറ്റ് ചെയ്യാമെന്നൊരു ക്രൈറ്റീരിയ പറയാൻ പറ്റില്ല. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും ഈ കോംപ്ലിക്കേഷൻസ് വരാം. സോ ഞങ്ങൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ഒരു പീഡിയാട്രിക് സർജനോട് വന്നു കഴിഞ്ഞാൽ കണ്ട ഉടനെ തന്നെ സർജറി ചെയ്യാൻ പറയും. അപ്പോൾ അതാണ് സേഫ്. പിന്നെ കണ്ടുവരുന്ന ഒരു കോൾ ഉണ്ട്, അതിനുശേഷം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അനിൽ. ഞാൻ ആലപ്പുഴ ജില്ലയുടെ തെക്കേറ്റത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആനന്ദ് ചോദിച്ചോളൂ. ഹലോ. ഹലോ. സാർ ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. എന്റെ മകന്റെ കാര്യം ചോദിക്കുന്നതിന് വേണ്ടിയായിരുന്നു. 13 വയസ്സുണ്ട്. അത് പിറവിലെ ഒരു ഈ ചെള്ളയുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു മറുകൂറുണ്ടായിരുന്നു. എവിടെയാണ് മറുകുണ്ടായിരുന്നത്? ഈ ചെള്ളയുടെ ഈ മുഖത്ത് ഈ സൈഡ് ഭാഗത്ത്, മുഖത്തിന്റെ സൈഡിലായിട്ട് മറുകു പോലെ ഉണ്ട്. ചെറിയൊരു കുത്തുകുത്ത് പോലെ, പുഴുക്കടി പോലെ ചെറിയൊരു കുത്ത് ചുമന്ന് കിടന്നായിരുന്നു അത്. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് കുഴപ്പമില്ല, വളർന്നു വരുമ്പോൾ മാറിക്കോളൂ എന്നാ പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 13 വയസ്സുണ്ട്. 13 വയസ്സ്. ആ മറുക് വലുതാകുന്നുണ്ടോ? ചെറിയ രീതി വലുതായിട്ടുണ്ട്. അത് ചെറിയ കറുത്ത അടയാളം, അതുപോലെ പെട്ടെന്ന് എടുത്ത് കാണിക്കും. മറ്റേ ചെറിയൊരു ചുമന്ന ഒരു അടയാളം പോലെ കിടന്നായിരുന്നു. ആഹാ. അല്ല, അത് യൂഷ്വലി ഈ മറുക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഹിമാൻജിയോമ എന്ന് പറയുന്ന ഒരു ചുവന്ന തടുപ്പാണോ അതോ കറുത്ത മറുകാണോ? തടുപ്പാണ്. അത് ചുവന്ന ചെറിയ കുത്തുകുത്ത്, ഈ പുഴുക്കുത്ത് പോലുള്ള കുത്തായിരുന്നു. അതൊക്കെ മാറുമെന്നാ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഇപ്പൊ കറുത്ത ചെറിയ അടയാളം വീണിട്ടുണ്ട്, ഒറ്റ പോലെ. എനിക്കിപ്പോ അത് ഡിസ്ക്രിപ്ഷൻ ശരിക്കും കേട്ടിട്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. അത് വാർട്ടാണോ ഹിമാൻജിയോമയാണോ എന്നുള്ളതേ. അപ്പൊ അതൊരു ഡോക്ടറെ ഇപ്പം ഈ അടുത്തിടയ്ക്ക് ആരെങ്കിലും കാണിച്ചിരുന്നോ? ഞാനിപ്പോ കാണിച്ചു. സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചപ്പോ എന്നോട് പറഞ്ഞത് കരിച്ച് കളയാമെന്ന് പറഞ്ഞു. പക്ഷെ അത് കരിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടയാളം വരുമോന്നൊരു സംശയമുണ്ട്. ഇല്ല, അതിപ്പം സർജറി ആണെങ്കിലും ചെറിയൊരു സ്കാർ ഉണ്ടാവും. അപ്പം സ്കിന്നിൽ ആക്ച്വലി കോസ്മെറ്റിക് അവർക്ക് ഒരുപാട് അഡ്വാൻസ് ടെക്നിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് അവരെ തന്നെ കാണിക്കുന്നതായിരിക്കും മെച്ചം. ഓക്കെ, വിളിച്ചിരുന്നു.
ഡോക്ടർ മറ്റ് എമർജൻസികളെ കുറിച്ചൊന്ന് വിശദീകരിച്ചു. എമർജൻസിയിൽ മുമ്പ് നമ്മൾ സാധാരണ ഒ പിയിൽ കാണുന്ന ഒരു ഹെർണിയ ഹൈഡ്രോസിൽ ഞാൻ പറഞ്ഞു. പിന്നെ കാണുന്നത് ഓർക്കിഡോപെക്സ്, അതായത് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. കുട്ടികളിൽ ആൺകുട്ടികൾക്ക് മണി ഇറങ്ങി വരാതിരിക്കുക, അതൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷനാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഇതിങ്ങനെ പിന്നെ ചെയ്യാം എന്നിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, ഡോക്ടേഴ്സ് തന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സിന് കറക്റ്റ് അഡ്വൈസ് കൊടുക്കാൻ പലർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അവരും ഇതേപോലെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുക വഴി ഒരു 4-5 വയസ്സാകുമ്പം ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ മണി ചുരുങ്ങിപ്പോവും. അതൊരു വലിയൊരു അട്രോഫി എന്ന് പറയും. അപ്പോൾ അത് ഒരു സിറ്റുവേഷനാണ്. അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഐഡിയലി പറയുന്നത് 6 മാസം, ജനിച്ചു കഴിഞ്ഞ 6 മാസം തൊട്ട് തന്നെ ഈ ടെസ്റ്റിസിൽ അതിൻ്റെ സെല്ലുലാർ ലെവലിൽ ചേഞ്ചസ് വരും, ഈ നോർമലായിട്ട് ഡിസെൻഡ് ചെയ്യാത്ത ടെസ്റ്റിസ്. അപ്പോൾ ഐഡിയലി 6 മാസത്തിനും 1 വയസ്സിനും ഇടയ്ക്ക് ചെയ്യണം. ഏർലിയർ ദ ബെറ്റർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ. പണ്ടത്തെ ടീച്ചിങ് അങ്ങനെയല്ല, 2 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാമെന്നായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം ഈ അൺഡിസെൻഡഡ് ടെസ്റ്റിസിന്. ടോർഷൻ, മണി കുരുങ്ങിപ്പോവെന്ന് പറയും. പിന്നെ ഈ ട്രോമ, ഈസിലി സസെപ്റ്റബിൾ ട്രോമയാണ്. കാരണം ഇത് യൂഷ്വലി ഇത് മേളിൽ സഞ്ചിക്കകത്തല്ലാതെ മേളിൽ ഒരു ട്രോമ പ്രോൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. പിള്ളേരല്ല, അപ്പോൾ ഓടിച്ചാടി കളിക്കുമ്പോൾ ട്രോമ വരാം. പിന്നെ നമ്മളത് മിസ്ഡായിട്ടുള്ള ഒരു ഒരു അൺഡിസെൻഡഡ് ടെസ്റ്റിസ് ഭാവിയിൽ ട്യൂമർ വരെ ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാവുന്നത് കൊണ്ട് 6 മാസം, ജനിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിയുന്നത് മുതൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. ഏർലിയർ ദ ബെറ്റർ. അപ്പോൾ അതൊരു സിറ്റുവേഷനാണ്. പിന്നെ കണ്ടുവരുന്ന ഒരു കോമൺ ഒരു പ്രോബ്ലം കോൺസ്റ്റിപ്പേഷൻ. കുട്ടികളിലെ മലബന്ധം എന്നുള്ളത് ഇപ്പോൾ വളരെ അധികം കൂടി വരികയാണ്. അത് നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ മാറ്റവും രീതികൾ, ആ ഭക്ഷണത്തിൻ്റെ തന്നെ ക്രമത്തിൻ്റെ മാത്രമല്ല ഭക്ഷണ സാധനങ്ങളുടെ വ്യത്യാസവും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പീഡിയാട്രിക് യൂറോളജി ഒരു 20-30% ആണെങ്കിൽ ഇതും അതുപോലെ തന്നെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് പീഡിയാട്രിക് കോൺസ്റ്റിപ്പേഷൻ. ആൻഡ് പാരൻസ് ഗെറ്റ് ടയേർഡ്. അവർ ഒരു ഡോക്ടറിൽ നിന്ന് അടുത്ത ആളോട് പോയി അതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നു ഡോക്ടർ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കും. അവർക്കൊരു ഡെഫിനറ്റായിട്ടൊരു ആൻസർ കിട്ടത്തില്ല. കാരണം ഇത് ട്രീറ്റ് ചെയ്യാൻ വെരി ഡിഫിക്കൽട്ടാണ്. നമ്മൾ തലവേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ച്, പാരസെറ്റമോൾ കഴിച്ച് തലവേദന പോകുന്ന പോലെ കോൺസ്റ്റിപ്പേഷൻ മാറില്ല. ഞാൻ എൻ്റെ രോഗികളോട്, പാരൻസിനോട് ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇറ്റ് വിൽ ടേക്ക് 6 months to 1 year. കാരണം ആ ഡെവലപ്പിംഗ് ഏജിൽ ബ്രെയിനിലോട്ടുള്ള ഫീഡ്ബാക്ക് ഇമ്പൾസസ് ഒക്കെ പോയി ഈ കറക്റ്റായിട്ട് ആ ഒരു ആക്ടിവിറ്റി, ബൗൾ ഇവാക്യുവേഷൻ ആക്ടിവിറ്റി ആയി വരുന്ന സമയത്ത് അതിനൊരു ഇൻട്രപ്ഷൻ വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് ട്രെയിൻ ചെയ്യണം. ഈ കുടൽ ലേസി കോളൻ എന്ന് പറയും. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ കണക്ക് ശരിക്കും പേഷ്യൻസ് വേണം. അവരുടെ ഭക്ഷണം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം ബേക്കറി സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് പലരും വിചാരിക്കുന്നത് എന്തോ വളരെ മാജിക്കലായിട്ടുള്ളൊരു ഫുഡാണെന്നാണ്. അത് നിർത്തുക വഴി തന്നെ more than 90% കോൺസ്റ്റിപ്പേഷനും നമുക്ക് നിർത്താൻ പറ്റും, മലബന്ധം ഇല്ലാതാക്കാൻ പറ്റും. വെരി ഡേഞ്ചറസ് ഫുഡാണ് ഈ ബിസ്ക്കറ്റ് എന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ കഴിക്കാം. പച്ചക്കറികൾ കഴിക്കണം, ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിക്കാം. എപ്പോഴും ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഇതൊരു ചെറിയൊരു പോർഷൻ നോൺ വെജ് ആണെങ്കിൽ ഇത്രയും അതിൻ്റെ 4 ഇരട്ടി വെജ് കഴിക്കണം. അപ്പോൾ അത് ഇല്ല, പിള്ളേർക്ക് ആർക്കും വെജിറ്റബിൾസ് വേണ്ട, ഇപ്പോൾ ഫ്രൂട്ട്സും വേണ്ട. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എപ്പോഴും വിചാരിക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആപ്പിൾ, ഓറഞ്ച് അതൊന്നും വേണ്ട. സാധാരണ ചെറുപഴങ്ങൾ, റോബസ്റ്റ അങ്ങനത്തെ ചെറുപഴങ്ങൾ, മൈസൂർ പൂവനൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അത് തന്നെ നല്ലൊരു ഡിഫറൻസ് വരുത്തും. ആൻഡ് ടൈം കൊണ്ട് ഇമ്പ്രൂവ് ആകുന്നതായിട്ടാണ് നല്ലൊരു ശതമാനത്തിലും കാണുന്നത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് പേഷ്യൻസ് എല്ലാം ഒരു 2-3 ആഴ്ച മരുന്ന് കൊടുത്തതിന് ശേഷം അടുത്ത ആളടുത്ത് പോകും, അവിടെയും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ നാട്ടുകാർ ഒരുപാട് അഭിപ്രായം പറയും, അയ്യോ ഇത് ഈ മരുന്ന് കൊടുത്താൽ ഇനി മരുന്നിന് ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും കുട്ടി, അല്ലെങ്കിൽ സപ്പോസിറ്ററി മലദ്വാരത്തിൽ വെക്കുന്ന ഗുളിക വെച്ചാലേ ഇനി ജീവിതം മുഴുവൻ മലം പോകുള്ളൂ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ വേറൊരു കൂട്ടരുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ട് ഈ പാരൻസ് ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ ഒരു തർക്കിച്ച് പറയുകയാണ്, സമയം കൊണ്ട് ശരിയാകും. ഇറ്റ് വിൽ ടേക്ക് 6 months to 1 year. നേരത്തെ ശരിയായാൽ അത്രയും നല്ലത്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒ പിയിൽ സാധാരണയായി കണ്ടുവരുന്ന എമർജൻസീസ് എന്തൊക്കെയാണ്? ഒ പിയിലും കാഷ്വാലിറ്റിയിലും കോമൺ ആയിട്ട് വരുന്ന എമർജൻസികൾ, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഇൻറ്റർസെപ്ഷൻ എന്ന് പറയും. അതായത് യൂഷ്വലി അത് കണ്ടുവരുന്നത് 6 മാസം മുതൽ 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് 2.5 വരെയുള്ള
കുട്ടികൾക്കാണ് അത് കണ്ടുവരുന്നത്. ഇൻഡോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറുകുടൽ വൻകുടലിനകത്തോട്ട് ടെലിസ്കോപ്പിംഗ്, അതായത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോവുക, അതിന് ടെലിസ്കോപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കയറിയതിന് ശേഷം സ്റ്റക്കാവും. അപ്പോൾ യൂഷ്വലി കുട്ടി പ്രസൻറ്റ് ചെയ്യുക ഭയങ്കരമായിട്ടുള്ള വേദന, നിലവിളിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കാമാവും. അതിൻ്റെ കൂടെ ചിലപ്പോൾ വോമിറ്റിംഗ് ഉണ്ടാകാം. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കും കുറച്ച് നേരം. അപ്പോൾ മാതാപിതാക്കൾ ആദ്യം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും, വയറുവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കും. അപ്പോൾ ഇടയ്ക്കുള്ള ഈ ഇൻ്റർവെൽ ഓഫ് ആ ഒരു പെയിൻ കുറയുന്ന സമയം കുറഞ്ഞ് കാണുമ്പോൾ അവർ വിചാരിക്കും പ്രോബ്ലം തീർന്നു. പക്ഷെ അത് പ്രോഗ്രസ് ചെയ്യുകയാണ്. അടുത്ത പോയിന്റിലേക്ക് അത് സ്റ്റക്ക് ആകുമ്പോൾ കുട്ടി പിന്നെയും കരയും. അപ്പോൾ അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്, പണ്ടൊക്കെ എല്ലാം സർജറി ആയിരുന്നു, ഇപ്പോൾ നമുക്ക് സർജറി കൂടാതെ തന്നെ ഈ ഇൻഡോസെപ്ഷൻ നമുക്ക് റിഡ്യൂസ് ചെയ്യാം. മലദ്വാരത്തിൽ കൂടെ ഐദർ നമുക്ക് ഡ്രിപ്പ് ഇട്ടിട്ട് സ്കാൻ ചെയ്തിട്ട് ഡ്രിപ്പിൽ പ്രഷർ കൊടുത്ത് തിരിച്ചിറക്കാം, അല്ലെങ്കിൽ നമുക്ക് എയർ കൊണ്ട് തന്നെ ന്യൂമാറ്റിക് റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ ബേരിയം കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല ടെക്നിക്സ് ഉണ്ട്. ഓപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഇപ്പോൾ ഒരു 99% കുട്ടികൾക്ക് നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡോസെപ്ഷൻ ഒരു വളരെ കോമൺ സിറ്റുവേഷനാണ്. കുട്ടികൾക്ക് ഇതുപോലെയുള്ള പെട്ടെന്നുള്ള ഓൺസെറ്റ് ഓഫ് അബ്ഡോമിനൽ പെയിൻ, വയറുവേദനയുടെ കൂടെ കരച്ചിലും ഭയങ്കര ഛർദിയും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ ഒരു സ്കാൻ ചെയ്യുക. സ്കാൻ ഭയങ്കര ഡയഗ്നോസ്റ്റിക് ആണ്, ഉടനെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് കാണുന്ന എമർജൻസി ടോർഷൻ ടെസ്റ്റസ് ആണ്. ഈ ടോർഷനും പലപ്പോഴും ഈ ജനറൽ പ്രാക്ടീഷണേഴ്സിന് അല്ലെങ്കിൽ പെരിഫറിയിലൊക്കെ അവർ പറയുന്നത് എന്തെങ്കിലും നീര് തടുപ്പ് കാണുമ്പോൾ പറയും അത് എന്തെങ്കിലും കടിച്ചതാവാം. അങ്ങനെ ഒരിക്കലും നമ്മൾ ലൈറ്റായിട്ട് എടുക്കരുത്. വൃഷ്ണത്തിൽ കാണുന്ന ചുവപ്പോ തടിപ്പോ വേദനയോ ഉടനെ തന്നെ ഒരു നല്ല സെൻറ്ററിൽ, അഡ്വാൻസ് സെൻറ്ററിൽ കാണിച്ച് ഒരു ഡോപ്ലർ ചെയ്യാം. ഡോപ്ലർ എന്ന് പറഞ്ഞാൽ ഡോപ്ലർ അൾട്രാസൗണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബ്ലഡ് ഫ്ലോ, കുരുങ്ങുക വഴി മണിയിലോട്ടുള്ള രക്തഓട്ടമാണ് നിലച്ചു പോകുന്നത്. അപ്പോൾ അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഡോപ്ലർ പോലും എപ്പോഴും 100% കറക്റ്റ് ആവണമെന്നില്ല. പലപ്പോഴും നമുക്ക് ഓപ്പൺ എക്സ്പ്ലോറേഷൻ തന്നെ വേണ്ടി വരും, സർജറി തന്നെ തുറന്നു നോക്കണം. കാരണം മണി കുരുങ്ങിപ്പോയാൽ രക്തോട്ടം നിലച്ചു പോയാൽ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ മണിയിൽ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള നീരോ തടിപ്പോ വീക്കോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു നല്ല സെൻറ്ററിൽ കൊണ്ടുപോയി ഇത് കാണിക്കുക, ഒരു പീഡിയാട്രിക് സർജനെ കാണിക്കുക. സർ, ഈ കൺജോയിൻറ്റ് ട്വിൻസ് ഉണ്ട്, അവർക്ക് ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഓപ്പറേഷൻ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് എപ്പോഴാണ് ചെയ്യുന്നത്? കൺജോയിൻറ്റ് ട്വിൻസ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. നെഞ്ച് തമ്മിൽ ചേർന്നിരിക്കുന്നുണ്ട്, വയറ് തമ്മിൽ ചേർന്നിരിക്കുന്നുണ്ട്. അപ്പം അതിന് ടൈമിംഗ് അല്ല ഫാക്ടർ. ടൈമിംഗ് എന്ന് വെച്ചാൽ അതൊരു അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അപ്പം അതിനു മുമ്പ് ഒരുപാട് ഇവാലുവേഷൻ വേണ്ടി വരും. ഈ ഉദാഹരണത്തിന് നെഞ്ച് തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ ഹാർട്ട് 2 ഉണ്ടോ, ഹാർട്ട് 1 ഉണ്ടോ, എത്ര രക്തധമനികൾ ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഹാർട്ടിൻ്റെ കൂടെ ലങ്സിൻ്റെ സ്ഥിതി എന്താണ്, അത് സെപ്പറേറ്റ് ചെയ്താൽ ഒരു ട്വിന്നിന് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഗർഭാവസ്ഥയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഗർഭാവസ്ഥയിൽ ഇതുവരെ കൺജോയിൻറ്റ് ട്വിൻ സെപ്പറേഷൻ ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഗർഭാവസ്ഥയിൽ ഡിറ്റക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അത് വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ടൈമിംഗ് ഓഫ് സർജറി ഡിപ്പെൻഡ്സ് അപ്പോൺ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. അതിന് ഇന്ന സമയത്ത് ചെയ്യണമെന്നൊരു നിയമമില്ല. ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായി. പീഡിയാട്രിക് സർജറിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന്